നീതിബോധത്തിന്റെ നന്മയുടെ ചരണങ്ങളും വർഷിക്കപ്പെടാനും പകരാനും നൽകപ്പെടാനും ആഗ്രഹിക്കുന്നതാണ് ക്രൈസ്തവൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായ ഭരണഘടന അവകാശത്തിലൂടെ നേടിയെടുക്കുകയല്ല, മറിച്ച് നമുക്ക് അവരന് ധാരാളം നന്മയും സംഭാവന നൽകാനാണുള്ളത്. അതിന്റെ വെളിച്ചത്തിൽ പ്രിയമുള്ളവരെ, ക്രൈസ്തവർ നേതൃത്വം നൽകുന്ന വിദ്യാലയങ്ങളില് പഠിച്ചിറങ്ങുന്ന മഹാത്മാക്കളായ ധാരാളം വ്യക്തികൾ. മഹാത്മാഗാന്ധി നമുക്കറിയാം, ക്രൈസ്തവ സ്കൂളുകളിൽ പഠിച്ച് മഹത്തായ ഉന്നത സംസ്കാരം ഉൾക്കൊണ്ട് ഈ ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയതെല്ലാം ഈ ക്രിസ്തീയ കാഴ്ചപ്പാട് ദൈവത്തിന്റെ വചനവും ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ്. അതുപോലെ നമുക്കറിയാം, ഏറ്റവും പ്രശസ്തനായ നമ്മുടെ APJ അബ്ദുൽ കലാം, അദ്ദേഹം നമ്മുടെ ഈ ക്രൈസ്തവ സ്കൂളുകളിൽ പഠിച്ച് ഉന്നതമായ മൂല്യങ്ങളും ഉന്നതമായ കാഴ്ചപ്പാടുകളിലേക്കും ഉയർന്നത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം. അതുപോലെ സമൂഹത്തിന്റെ ആഴത്തിൽ അല്ലെങ്കിൽ താഴ്ചയില് സമൂഹത്തിൽ ഏറ്റവും പിന്നാമ്പുറത്ത് തള്ളപ്പെട്ട മനുഷ്യ വിഭാഗത്തെ എല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയൊരു ആഗ്രഹവും വെച്ചുകൊണ്ടാണ് ക്രൈസ്തവര് ഈ ഭാരതത്തിൽ പ്രവർത്തിക്കുക. ക്രൈസ്തവന് മുഖം നോട്ടമില്ല, കാരണം ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തു മനുഷ്യരായ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ആ കാഴ്ചപ്പാട് വെച്ച് ഭൂമിയിൽ പിറക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തുള്ള ഏതൊരു പാവപ്പെട്ടവന്റെ മുഖത്തും ദൈവത്തെ ദർശിക്കാനുള്ള കാഴ്ചപ്പാട് ഓരോ ക്രൈസ്തവനുമുണ്ട്. അതിന്റെ വെളിച്ചത്തില് എല്ലാ മനുഷ്യരുടെയും സമഗ്രമായ വിമോചനം, സമഗ്രമായ ഉയർച്ച, സമഗ്രമായ പുരോഗതി, ഇവയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രൈസ്തവൻ എപ്പോഴും പ്രവർത്തിക്കുക. അതിന്റെ വെളിച്ചത്തിലാണല്ലോ കേരളത്തില് കേരളത്തിന്റെ ആരംഭ ദിശകളിലെടുത്ത് പരിശോധിച്ചാൽ പള്ളി പണിതതോടൊപ്പം പള്ളിയോട് ചേർന്ന് നാം പള്ളിക്കൂട് സ്ഥാപിക്കാൻ കാരണം അറിവില്ലാത്തവർക്കൊക്കെ അറിവ് പകരാനും അക്ഷരാഭ്യാസം നൽകാനും വേണ്ടിയാണ്.